ഹായ്, ഇത് കണ്ടപ്പോൾ തന്നെ മനസ്സിലായില്ലേ കപ്പ് കേക്ക് ആണെന്നുള്ളത്. അപ്പോൾ നമുക്കൊരു കപ്പ് കേക്ക് ഉണ്ടാക്കിയാലോ? അപ്പോൾ ആദ്യം തന്നെ ഞാൻ പറയാം, ഞാൻ ഭയങ്കര കേക്ക് ഉണ്ടാക്കുന്ന ആളെന്നല്ല, ഭയങ്കര പ്രൊഫഷണലായിട്ട് ഉണ്ടാക്കുന്ന ആളെന്നല്ല. ജസ്റ്റ് വീട്ടിലത്തെ ആവശ്യത്തിന് വേണ്ടിയിട്ട് കേക്ക് ഉണ്ടാക്കും. കഴിക്കാൻ ടേസ്റ്റൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ കമൻറ്റിലോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിലോ അങ്ങനെ എവിടെയെങ്കിലും ഇടാം. അപ്പം ഞാൻ ഇപ്പോൾ പറയുന്നില്ല, ഇപ്പോൾ പറഞ്ഞാൽ ആകെ കൺഫ്യൂഷൻ ആവും, അതുകൊണ്ടാണ്. അപ്പോൾ ഇവിടെ ഈ കേക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഭയങ്കര ഡിമാൻഡാണ്, എല്ലാവർക്കും നല്ല ഇഷ്ടമാണ്. പിന്നെ നമ്മൾ ഇതൊക്കെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുമ്പോൾ വേറെ തന്നെ ഒരു ടേസ്റ്റ് ആണല്ലോ. പിന്നെ നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്നതിൻ്റെ ഏകദേശം ആ ഒരു ടേസ്റ്റൊക്കെ തന്നെ വരും. അപ്പോൾ ഞാൻ ഇതിനകത്ത് വാനില എസൻസും പൈനാപ്പിൾ എസൻസ് 2 എസൻസ് ഒഴിക്കുന്നുണ്ട്. അപ്പോൾ അതൊരു വേറെ തന്നെ ഒരു ടേസ്റ്റാണ്. പിന്നെ ഞാനിത് ബേക്ക് ചെയ്തെടുക്കുന്നത് ഓവനിലാണ്. അപ്പോൾ ഓവൻ ഇല്ലാത്തവർക്ക് ഗ്യാസ് സ്റ്റൗവിൽ വേണ്ടിയെങ്കിലും ചെയ്തെടുക്കാം. പക്ഷേ ഞാനിതുവരെ അങ്ങനെ ചെയ്തിട്ടില്ല. പിന്നെ ഇതാ ഞാൻ ഒരെണ്ണത്തിനകത്ത് ഒരു ഭാഗത്ത് കുറച്ച് ചോക്ലേറ്റ് വെച്ച് കൊടുക്കുന്നുണ്ട്. അത് ഇവിടുന്ന് ഒരാൾ പറഞ്ഞുകൊണ്ടിരുന്നിട്ടാണ്. ഞാനിപ്പോൾ ഇതിലേക്ക് ഡാർക്ക് കോമ്പൗണ്ടാണ് ഇട്ട് കൊടുത്തിന്. മറ്റേ ചോക്കോ ചിപ്സ് എന്ന് പറയുന്ന സംഭവം ഉണ്ടെങ്കിൽ, ചോക്കോ ചിപ്സ് തന്നെയല്ലേ പറയുക, ആ സാധനം ഉണ്ടെങ്കിൽ അതിട്ട് കൊടുത്താൽ കുറച്ചും കൂടി രസമായിരിക്കും തോന്നുന്നു. ഇതും നല്ല രസമുണ്ടായിരുന്നു. കപ്പ് കേക്ക് ബട്ടറിൽ ഉണ്ടാക്കിയത് കൊണ്ട് തന്നെ കുറച്ചും കൂടി സോഫ്റ്റും നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയുള്ളൂ. ബൈ.